ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ്. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് 40 സൈസിൽ വരുന്ന ഒരു കുർത്തിയുടെ സൈസ് ചാർട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിൽ എങ്ങനെയാണ് കാൽക്കുലേഷൻ, നമ്മൾ ഈ ടൈലറിങ്ങിൽ എന്താണ് കാൽക്കുലേഷനുമായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മളിത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു അളവ് ചുരിദാർ ഇല്ല, അതേപോലെ തന്നെ ഒരു മെഷർമെൻറ്റും കാര്യങ്ങളും പ്രോപ്പറായിട്ട് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ഒരു നമ്മുടെ സൈസ് ചെസ്റ്റിൻ്റെ അളവ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരു അളവ് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ കുർത്തി ചെയ്യുക. അപ്പോൾ നമ്മൾ പുറത്ത് കൊടുക്കുന്ന സമയത്തൊക്കെ അവർക്ക് ചെസ്റ്റ് അളവ് വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ 40 എന്ന് പറയുന്നത് നമ്മൾ 36 ആണ് നമ്മൾ ചെസ്റ്റ് എന്നുണ്ടെങ്കിൽ അതിനോട് +4 ചെയ്യുമ്പോഴാണ് ഈ 40 വരുന്നത്. ഈ 40 സൈസിലുള്ള മെഷർമെൻറ്റും കാര്യങ്ങളാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയാൻ പോണത് കേട്ടോ. അപ്പം അത് എങ്ങനെയാണ് അളവ് കാര്യങ്ങൾ, എങ്ങനെയാണ് കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ വരുന്നതെന്നൊന്ന് നോക്കാം. എന്നിട്ട് എങ്ങനെയാണ് മെഷർമെൻറ്റ് ചെയ്തിട്ട് അത് ചാർട്ട് രൂപം ഞാൻ ഇതിൽ കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ആദ്യം തന്നെ കാണേണ്ടത് നമ്മുടെ നെക്ക് വിഡ്ത്താണ്. അപ്പം നെക്ക് വിഡ്ത്ത് ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 12 ചെയ്യാം. അങ്ങനെ ചെസ്റ്റ് ഡിവൈഡഡ് 12 ചെയ്യുന്ന സമയത്ത് നമ്മൾ കിട്ടും നമുക്ക് ഏകദേശം 3.33 അങ്ങനെയാണ് വരിക. അതേപോലെ തന്നെ നമ്മുടെ നെക്കിൻ്റെ ഡെപ്ത്ത് കാണണം. നെക്കിൻ്റെ ഡെപ്ത്ത് നമ്മൾ പൊതുവേ നമ്മൾ ഇവിടെയൊക്കെ ഇഷ്ടാനുസരണം നമുക്ക് മാറ്റട്ടോ. കുറച്ച് വൈഡായിട്ടുള്ളതാണ്, കുറച്ച് ലെങ്തി ആയിട്ടുള്ള നെക്ക് കാര്യങ്ങൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ എക്സ്ട്രാ ആയിട്ട് നമുക്ക് 1 ഇഞ്ച് 1/4 ഇഞ്ചൊക്കെ നമുക്ക് കൂട്ടി കൊടുക്കട്ടോ. പക്ഷേ ഇത് കറക്റ്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻ വരുന്നതിനെ കൊണ്ട് പറയുകയാണ്. ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 8 വരുന്നത്. അപ്പോൾ നമുക്ക് അതിനോട് ഒരു 0.25 കൂട്ടിങ്ങാണ്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ 14 നമ്മൾ 8 കൊണ്ട് ഹരിച്ചിട്ട് +25 ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം നമ്മുടെ ഒരു 5, 6 ആ ഒരു ലെവലിലാണ് കേട്ടോ വരാം. നമ്മുടെ ലെങ്ത്ത് വരുന്നത് 5.25 ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ലെങ്ത്ത്, പ്രോപ്പറായിട്ടുള്ള ലെങ്ത്ത് വരുന്നത്. അതിൽ നമുക്ക് കൂട്ടൊക്കെ ചെയ്യട്ടോ. നമ്മൾ എല്ലാതെ മെഷർമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കൂടിയിട്ടും വൈഡായിട്ടൊക്കെ എടുക്കുന്നവർ അങ്ങനെ ചെയ്യുക. ഇത് കറക്റ്റ് കാൽക്കുലേഷൻ മാത്രമാണ് കേട്ടോ ഇവിടെ നമ്മൾ പറഞ്ഞു പോകുന്നത്. പിന്നെ നമുക്ക് ഷോൾഡർ കാണണം. ഈ ഷോൾഡർ കാണുന്ന സമയത്ത് ഇതേപോലെ തന്നെ ചെസ്റ്റിന് നമ്മൾ 12 കൊണ്ട് ഹരിച്ചിട്ട് കിട്ടുന്നത് എത്രയാണോ അതാണ് നമ്മുടെ ഷോൾഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഷോൾഡർ എത്രയാണ് 3.333 അങ്ങനെയാണ് വരുന്നത്. പിന്നെ നമ്മൾ വരുന്നത് ആം ഹോളും നമുക്ക് അതിൽ വരുന്ന കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 6 ആണ് വരുന്നത്. അതിന് നമ്മൾ അതേപോലെ തന്നെ നമ്മുടെ സൈസ് ഇപ്പോൾ എത്രയാണ് ചെസ്റ്റിൻ്റെ അളവിന് 6 കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അതാണ് നമ്മുടെ ആം ഹോൾ എന്ന് പറയുന്നത്. അത് ഏകദേശം നമുക്ക് കിട്ടുന്നത് 6.66 എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു 6.6 എന്നൊക്കെ പറയുന്ന സമയത്ത് 6.5 6.25 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ എടുക്കുക. 7 ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ആം ഹോളിൻ്റെ ഡെപ്ത്ത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ ചെസ്റ്റ് ഡിവൈഡഡ് 24 വരുന്നത്. ഈ ഡെപ്ത്ത് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് വരച്ച് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ഡെപ്ത്ത് എന്താണെന്നുള്ളത്. അപ്പോൾ 40നെ 24 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് 1.66 അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അതെന്ന് പറയുമ്പോൾ നമ്മൾ ആം ഹോൾ വരയ്ക്കുമല്ലോ, നമ്മളെ ആം ഹോൾ വരച്ചിട്ട് ഈ കാണുന്ന ഈ ഡെപ്തില്ലേ ഇപ്പം വരച്ചില്ലേ അതാണ് 1.66 എന്ന് പറയുന്നത്. ആ ഒരു കർവ് വരയ്ക്കാനുള്ള ആ ഡെപ്താണ് നമ്മൾ ആ 1.666 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ഷോൾഡർ, നെക്കിൻ്റെ ഡെപ്ത്തും വിഡ്ത്തും ഷോൾഡർ, ആം ഹോളിൻ്റെ ഡെപ്ത്ത് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടോ. കറക്റ്റ് ആയിട്ടുള്ള മെഷർമെൻ്റ് ആണ്. പിന്നെ നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ ചെസ്റ്റാണ്. ഈ ചെസ്റ്റിനെ നമ്മൾ 4 കൊണ്ട് ഹരിച്ചിട്ട് അതിന് എത്രയാണ് നമുക്ക് കൂട്ടിയെടുക്കേണ്ടത് അതും കൂടി പ്ലസ് ചെയ്തിട്ടാണ് നമ്മുടെ ചെസ്റ്റ് വരുന്നത്. അപ്പോൾ ചെസ്റ്റ് ഒരു 14 ആണെന്നുണ്ടെങ്കിൽ 14നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക 10 ആണ്. ഈ 10ൻ്റെ കൂടെ നമ്മൾ എത്രയാണോ നമുക്ക് തുണി വേണ്ടത്, ഒരു 10 നമ്മൾ 10ൻ്റെ കൂടെ നമ്മൾ എത്രയാണോ ലൂസ് വേണ്ടത് അത് 2 ഇഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുക്കും. അങ്ങനെ 12 ആണ് നമ്മൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെസ്റ്റ് വരെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളത്. ഇനി നമുക്ക് വരച്ച് പോകുന്ന സമയത്ത് തന്നെ അവിടെ വേസ്റ്റും ഹിപ്പും എങ്ങനെ വരുന്നതെന്നും കൂടി നമ്മളൊന്ന് പറഞ്ഞു പോകട്ടോ. അപ്പോൾ നമ്മളിപ്പം കാൽക്കുലേറ്റ് ചെയ്ത് വന്നതിൽ നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്താണ് ഈ 3.33 എന്നുള്ളത്. അത് ജസ്റ്റ് ഒന്ന് നമ്മൾ മാർക്ക് ചെയ്തു. പിന്നെ നമ്മുടെ ഡെപ്ത്ത് ഉണ്ടല്ലോ അത് എത്ര നമുക്ക് വരുന്നത്, ഒരു 6 5.25 ആ റേഞ്ചിലാണല്ലോ വരുന്നത്. അപ്പോൾ അതും നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടാണ്. നെക്കിൻ്റെ ഡെപ്ത്ത് 5.25 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ നെക്കിൻ്റെ അവിടുന്ന് നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് ആ ചെയ്ത് ഈ പോയിൻ്റ് നിന്നാണ് നമ്മൾ 3.3 എക്സ്ട്രാ എടുത്തിട്ടാണ് നമ്മൾ എന്ത് മാർക്ക് ചെയ്യുന്നത്, ഷോൾഡർ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് ആ ഷോൾഡർ തന്നെ ആദ്യം നമ്മൾ 7 ആണെന്നുണ്ടെങ്കിൽ 7 മാർക്ക് ചെയ്തിട്ട്
നെക്കിൻ്റെത് നമ്മൾ 3.3 3.5 എടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക സെയിം അത് തന്നെ. പക്ഷേ ഇത് കാൽക്കുലേഷൻ വരുന്ന സമയത്ത് കറക്റ്റായിട്ട് പറഞ്ഞു പോകുന്നു എന്നുള്ളത് മാത്രം കേട്ടോ. അപ്പം നമ്മളവിടെ 3.3 എക്സ്ട്രാ അവിടെ കൊടുത്തു. പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ ആം ഹോൾ 6 പോയിൻറ്റ് സംതിങ് ആണ്. അപ്പോൾ 6.5 7 എന്നുള്ള ലെവലിൽ നമ്മൾ കൊടുക്കുക. പിന്നെ നമുക്ക് അവിടെ ഡെപ്ത്ത് ആം ഹോളിൻ്റെ ഡെപ്ത്ത് വരുന്നത് 1 പോയിൻറ്റ് സംതിങ് ആണ് വരുന്നത്. അവിടെ ഒരു 1.5 നമുക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ ആ കൈക്കുഴി നന്നായിട്ട് കറക്റ്റായിട്ട് വരച്ച് പോവാം കേട്ടോ. അപ്പോൾ 1.66 എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ കർവ് വരയ്ക്കും. പിന്നെ നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് നമുക്ക് വരുന്നത് 10 ആണ്. അപ്പോൾ 10 നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുക. 10ൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ട് അതിലേക്കാണ് നമ്മൾ ആം ഹോളിൻ്റെ ആ കർവ് വരേണ്ടത് കേട്ടോ. അത് നമ്മൾ വരച്ച് കൊടുത്തിട്ട് ബാക്കി എക്സ്ട്രാ പ്ലസ് 2 നമ്മൾ 2 നമ്മൾ അതിന് എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ 10ലേക്ക് നമ്മളതങ്ങനെ കണക്ട് ചെയ്തിട്ട് ആം ഹോൾ കർവ് വരച്ച് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് വരെ ഉള്ളതൊക്കെ ഓക്കെയാണ്. പിന്നെ വരുന്നത് നമുക്ക് നമ്മുടെ ഷേപ്പായിട്ടും ഹിപ്പായിട്ടാണ് വരുന്നത്. ഷേപ്പ് വേസ്റ്റും ഹിപ്പുമാണ് വരുന്നത്. പിന്നെ നമ്മുടെ സൈഡ് ഓപ്പൺ കാര്യങ്ങളൊക്കെ ആണ് വരുന്നത്. അത് നമുക്ക് ലെങ്ത്തിലൊന്ന് മാർക്ക് ചെയ്യാം. ലെങ്ത്തിൽ നമ്മളൊരു 13 ഇഞ്ചിലാണ് നമ്മുടെ ഷേപ്പ് കറക്റ്റായിട്ട് വരുന്നത്. ഒരു 13 ഇഞ്ച് ലെങ്ത്ത് വരുന്ന സമയത്ത് നമ്മളിപ്പോൾ ചെസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്തു. അത് ഏകദേശം ഒരു 10-9 റേഞ്ചിലായിരിക്കും കേട്ടോ നമ്മുടെ ചെസ്റ്റിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് വരുന്നുണ്ടാവുക. അതിന്ന് ഇതേപോലെ കുത്തനെ താഴത്തേക്ക് നോക്കുന്ന സമയത്ത് ഒരു 13 ഇഞ്ചിലാണ് നമ്മുടെ ഷേപ്പ് ഏകദേശം വരുന്നത്. ഇതൊരു 40 സൈസിൻ്റെ മെഷർമെൻ്റ് ആണെന്ന് ഓർക്കണേ. ഇതിന് എക്സ്ട്രാ വരുന്ന പ്ലസ് സൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരും കേട്ടോ. 15 വരെ, ഈ 13 ഉള്ളത് 15 വരെ ആവാം. അപ്പോൾ 13ൽ നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഷേപ്പ് വരുന്ന സമയത്ത് നമ്മൾ ഈ 10നോട് 1 മൈനസ് ചെയ്യുക. 1 മൈനസ് ചെയ്താൽ 9 കിട്ടി. 9നോട് 1 പ്ലസ് ചെയ്തിട്ട് 11. അപ്പം നമ്മൾ 9 മാർക്ക് ചെയ്യുക, പ്ലസ് 2 കൊടുക്കാം. അതാണ് നമ്മുടെ ഷേപ്പ് വരുന്നത്. 9 പ്ലസ് 2 കൊടുക്കുക, 11 അവിടെ വരും. അപ്പം 1 ഇഞ്ച് കുറയുന്നുള്ളൂ കേട്ടോ. ഷേപ്പിൻ്റെ ഭാഗത്ത് 1 ഇഞ്ച് കുറയും. അപ്പോൾ അതാണ് ഷേപ്പിൻ്റെ ഭാഗങ്ങൾ. പിന്നെ നമ്മുടെ ഹിപ്പിൻ്റെ അവിടെ വരുന്നവിടാണ് നമ്മൾ സൈഡ് ഓപ്പണൊക്കെ കൊടുക്കുന്നത്. അത് നമ്മൾ എത്രയാണോ ചെസ്റ്റ് എടുത്തത് ആ ചെസ്റ്റിനോട് 1 കൂട്ടിയിട്ട് 1 നമ്മൾ എക്സ്ട്രാ കൊടുത്താൽ മതി. ഇപ്പോൾ 10 നമ്മുടെ ചെസ്റ്റ് എന്നുണ്ടെങ്കിൽ ആ 10നോട് പ്ലസ് 1 ചെയ്യുക, 11 പ്ലസ് 1 കൊടുത്താൽ അത്രയും മതി നമുക്ക് നമ്മുടെ സൈഡ് ഓപ്പൺ അടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഒരുപാട് 2 ഇഞ്ചൊന്നും കൂടുതൽ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അവിടെ ഒരുപാട് കൂടിപ്പോവും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ലെങ്ത്ത് ഇല്ലേ, നമ്മുടെ സൈഡ് ഓപ്പൺ വരുന്ന ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 18 മുതൽ 21 വരെ ഉണ്ടാവും. അതിൽ ഏതാണോ 20 നമ്മൾ ഈ ഒരു 40 സൈസിൽ നമുക്ക് വരുന്നത് കേട്ടോ. 20 ഇഞ്ച് അല്ലെങ്കിൽ 19 ഇഞ്ചിലൊക്കെ മാർക്ക് ചെയ്താൽ ഹൈറ്റൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ആ ഒരു റേഞ്ചിന് മാറും കേട്ടോ. അപ്പോൾ 20 ഇഞ്ചിലാണ് നമ്മളിവിടെ സൈഡ് ഓപ്പണിൻ്റെ ആ ഒരു പോയിന്റ് കൊടുക്കുന്നത്. അവിടുന്ന് അങ്ങോട്ട് പിന്നെ നമ്മൾ 10നോട് 1 കൂട്ടി 11 പ്ലസ് 1 നമ്മൾ നമ്മുടെ സൈഡ് ഓപ്പൺ കൊടുക്കുന്നത്. ബാക്കി ആ 1 ഇഞ്ചൊക്കെയാണ് നമ്മൾ സൈഡ് ഓപ്പൺ ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.